അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ പരാതികളെ തുടർന്ന് ഇപ്പോൾ വിൻസിയുടെ പരാതിയെ തുടർന്ന് അത് അന്വേഷിക്കാൻ താരസംഘടനയായ AMMA അമ്മ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഫിലിം ചേംബറിനാണ് അവർ പരാതി നൽകിയിട്ടുള്ളത്. ഇപ്പോൾ സാലി മുഹമ്മദ് വിശദാംശങ്ങളുമായി ചേരുകയാണ്. സാലി, ഈ പരാതികളിൽ ഇപ്പോൾ താരസംഘടനയും അതുപോലെ ഫിലിം ചേംബറും എന്തൊക്കെ തരം നടപടികളാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്? പോലീസ് ഇതുപോലെ തന്നെ ഈ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ അന്വേഷണത്തിലേക്ക് നീങ്ങിയിട്ടുണ്ടോ? അത്തരം കാര്യങ്ങൾ, അത്തരം വിവരങ്ങൾ എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ? ശരത്ത്, തീർച്ചയായും രണ്ട് അന്വേഷണമുണ്ട്. ഒന്ന് സംഘടനാ തലത്തിൽ അവരുടെ സംഘടനകൾ നടത്തുന്ന അന്വേഷണം, മറ്റൊന്ന് സിനിമ മേഖലയിൽ ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസും എക്സൈസും നടത്തുന്ന പരിശോധന. അതെല്ലാം സമാന്തരമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഏതായാലും ഗൗരവത്തിൽ ഈ വിഷയത്തെ സിനിമാ സംഘടനകൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അമ്മ ഇന്നലെ അടിയന്തരമായ അഡ്ഹോക് കമ്മിറ്റി, അതിനിപ്പോൾ എക്സിക്യൂട്ടീവ് ഇല്ല, അഡ്ഹോക് കമ്മിറ്റിയാണ്. അഡ്ഹോക് കമ്മിറ്റി യോഗം ചേർന്ന് ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. അന്വേഷണ കമ്മീഷനിൽ 3 പേരാണ്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ അൻസിബ, വിനു മോഹൻ, സരയു, ഇവർ 3 പേരും ഇത് പരിശോധിക്കട്ടെ, പരാതിയും പരിശോധിക്കട്ടെ, നടിയിൽ നിന്ന് വിവരങ്ങൾ തേടട്ടെ, ഈ ആരോപണ വിധേയനായ ആളുടെ ഭാഗം കേൾക്കട്ടെ, അതിനുശേഷം എന്താണ് ചെയ്യുക എന്ന് തീരുമാനിക്കാം എന്നുള്ളതാണ് അവർ നിശ്ചയിച്ചിരിക്കുന്നത്. നമുക്ക് ഈ താരസംഘടനയായ അമ്മയുടെ ഭാരവാഹികളിൽ നിന്ന് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന വിവരം, അവൾ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട് ഈ വിഷയം എന്ന് തന്നെയാണ്, നടപടി ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ഒരു പ്രശ്നമുള്ളത് ഈ ഷൈൻ ടോം ചാക്കോയുടെ മെമ്പർഷിപ്പ് സംബന്ധിച്ച് എന്തോ അനിശ്ചിതത്വം താരസംഘടനയിൽ നിലവിലുണ്ട്. അങ്ങനെ മെമ്പർഷിപ്പ് ഇപ്പോൾ ആക്റ്റീവായിട്ടുണ്ടെങ്കിൽ അയാളുടെ പേര് നടപടിയെടുക്കും, സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കിടക്കും. അല്ലെങ്കിൽ ഇയാളുമായി സഹകരിക്കേണ്ടതെല്ലാം തീരുമാനിക്കും. അങ്ങനെ രണ്ടിലൊന്നും ഉണ്ടാകും എന്ന് അവർ ഉറപ്പ് പറയുന്നുണ്ട്. മറ്റൊന്ന് ഫിലിം ചേംബറാണ്. ഫിലിം ചേംബറാണ് ഇതിൻ്റെ ഈ സിനിമാ നിർമ്മാണ മേഖലയിലെ പ്രമുഖ സംഘടന എന്ന നിലയ്ക്ക് തന്നെ അവരുടെ ആക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ വ്യക്തമാക്കിയിരിക്കുന്നത് പരിശോധനകളും അന്വേഷണങ്ങളും ആരംഭിച്ചിട്ടുണ്ട്, തുടർ നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ്. അവർ ഇക്കാര്യത്തിൽ ഷൈൻ ടോം ചാക്കോ തെറ്റ് ചെയ്തു എന്നൊരു 50% ബോധ്യപ്പെട്ടാൽ നടപടി ഉണ്ടാവും എന്നാണ് സിനിമാ മേഖല ഈ ഫിലിം ചേംബറിൻ്റെ ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത്. അതിനുവേണ്ടി അവർ 2-3 പരിശോധന നടത്തുന്നുണ്ട്. ഒന്ന് നടിയുടെ വിവരം തേടും, ഒപ്പം തന്നെ ഈ സിനിമയുടെ നിർമ്മാതാവ് ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് വിവരം തേടും എന്നറിയിച്ചിട്ടുണ്ട്. സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. അതിൻ്റെ നിർമ്മാതാവ് ശ്രീകാന്താണ്. ശ്രീകാന്ത് ആ സിനിമ ലൊക്കേഷൻ ഉണ്ടാക്കിയ IC ഇൻ്റേണൽ കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയായിരുന്നു. അപ്പോൾ ആ രണ്ടർത്ഥത്തിലും അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ തേടും. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ 6 മാസത്തേക്കോ പരമാവധി 1 വർഷത്തേക്കോ സിനിമയിൽ നിന്ന് ഇയാളെ മാറ്റി നിർത്തും എന്നാണ് ഇവർ നൽകുന്ന ഉറപ്പ്. ഒപ്പം സമാന്തരമായി വന്ന വേറൊരു പ്രതികരണം WCCയുടെ ആണ്. മലയാള സിനിമാ മേഖലയിലെ വനിതകളുടെ കൂട്ടായ്മ. അവർ അല്പം മുമ്പ് ഫേസ്ബുക്കിൽ കുറിച്ചു, അവൾക്കൊപ്പം എന്ന ടാഗ്ലൈനിലാണത്. ഇത്തരമൊരു തീരുമാനമെടുക്കുകയും അതിനുവേണ്ടി സധൈര്യം മുന്നോട്ട് വരികയും ചെയ്ത ഈ നടിയെ അഭിവാദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ സിനിമാ സംഘടനകൾ ഇക്കാര്യത്തിൽ മുമ്പൊക്കെ ഉണ്ടായതുപോലെയല്ല, ഇക്കാര്യത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കുന്നു, നടപടി വേണമെന്ന അഭിപ്രായക്കാരാണ് അതിൻ്റെ നേതൃത്വത്തിലുള്ളത് എന്നൊക്കെ, അങ്ങനെ ഒരു പൊതു ധാരണയിലേക്ക് ഇവരൊക്കെ എത്തിയിട്ടുണ്ട് എന്നാണ് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അർത്ഥം നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതേണ്ടതും. റൈറ്റ്. സാലി, ഇതിലൊരു പ്രധാനപ്പെട്ട ഇപ്പം നടി ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി നിലവിൽ വന്നു. സിനിമാ മേഖല എങ്ങനെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്ന വലിയ ആലോചനയും നിർദ്ദേശങ്ങളുമാണ് വെച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സിനിമാ ലൊക്കേഷനുകളിൽ IC ഇൻ്റേണൽ കമ്മിറ്റികൾ നിർബന്ധമാണ് എന്നുള്ളതായിരുന്നു. ആ അടിസ്ഥാനത്തിൽ ലൊക്കേഷനുകളിലൊക്കെ ഇത്തരം IC ഇൻ്റേണൽ കമ്മിറ്റികൾ രൂപീകരിച്ചു. പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാനും ഒക്കെ, ആ ഷൂട്ടിംഗ് ലൊക്കേഷനുമായി ബന്ധപ്പെട്ടുയരുന്ന പരാതികളുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് അവതരിപ്പിക്കാനും മറ്റുമുള്ള സംവിധാനമാണത്. ഈ കമ്മിറ്റികൾ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിൽ വനിതാ കമ്മീഷനുകളും ശ്രദ്ധിക്കുന്ന നിലവന്നു. ആ കാലത്തെ ചർച്ചകളിലൊക്കെ അത് വളരെ സജീവമായി വന്നിരുന്നു. വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി അത്തരം അനുഭവങ്ങൾ പറയുന്നു. പല സിനിമാ ലൊക്കേഷനുകളിലും വനിതാ കമ്മീഷൻ തന്നെ അക്കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ സൂത്രവാക്യം എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിലും ഈ പറഞ്ഞ IC ഇൻ്റേണൽ കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിന് നിർമ്മാതാവ് തന്നെ അതിൻ്റെ കൺവീനറായി. ഇപ്പോൾ സാലി പറഞ്ഞൊരു കാര്യം വെച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഫിലിം ചേംബറിന് ആ കമ്മിറ്റിയിൽ നിന്ന് വിവരങ്ങൾ തേടാം. താരസംഘടനയ്ക്ക് അവർ നിയോഗിച്ചിട്ടുള്ള സമിതിയിലൂടെ തന്നെ ഇതേക്കുറിച്ച് പരിശോധിക്കാം. അങ്ങനെ 2 സംവിധാനങ്ങൾ സിനിമാ രംഗത്ത് ഒരേ സമയം തന്നെ ഇക്കാര്യം പരിശോധിക്കാൻ പോകുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയാണല്ലേ? തീർച്ചയായും ഇക്കാര്യത്തെക്കുറിച്ച് ഇതിൻ്റെ നേതാക്കളോട്, ഭാരവാഹികളോട് നമ്മൾ ചോദിച്ചപ്പോൾ വൈകുമോ എന്നാണ് നമ്മൾ ആദ്യം ചോദിച്ചത്. കാരണം പലതും ഇങ്ങനെ കമ്മിറ്റി ഉണ്ടാക്കി അതിലൊരു തീരുമാനമാകാതെ അനന്തമായി നീളുന്ന സാഹചര്യം പല സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾക്കും ഉണ്ട്. പക്ഷേ ഇതിൽ വൈകില്ല എന്നവർ വ്യക്തിപരമായി ഉറപ്പ് നൽകുന്നുണ്ട്. അവർ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ പറയുന്നത്
വൈകലുണ്ടാവില്ല. ഇന്നോ നാളെയോ ഈ അമ്മയുടെ കാര്യത്തിലും ഫിലിം ചേമ്പറിൻ്റെ കാര്യത്തിലും ഇന്നോ നാളെയോ തീരുമാനം ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ സൂത്രവാക്യം സിനിമയുടെ IC-യിൽ ഈ നടി പരാതി കൊടുത്തിരുന്നോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. കൊടുത്തിരുന്നു എന്നാണ് നമ്മൾ അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. പക്ഷേ അതിലൊരു വ്യക്തതയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം. അല്പം മുമ്പ് നമ്മളോട് സരയു സംസാരിച്ചു. അതായത് ചലച്ചിത്ര താരസംഘടനയായിട്ടുള്ള AMMA നിയോഗിച്ചിട്ടുള്ള അതിൻ്റെ അഡ്ഹോക് കമ്മിറ്റി അംഗമാണ്. അതുപോലെ തന്നെ ഈ 3 അംഗ സമിതിയിലെ ഒരാളാണ് സരയു, ചലച്ചിത്ര നടി. അവർ പറഞ്ഞത്, സാലി പറഞ്ഞ അതേ കാര്യമാണ്. ഒട്ടും വൈകില്ല, വേഗത്തിൽ തന്നെ ഇതിൻ്റെ തുടർ നടപടികളിലേക്ക് പോകും, അന്വേഷണത്തിലേക്ക് പോകും, ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളിൽ ഒരു പരിശോധന അവരുടേത് ആ സമിതി നടത്തും. വൈകില്ല, അതിവേഗം തന്നെ തുടർ നടപടികളിലേക്ക് നീങ്ങും എന്നാണ് അല്പം മുമ്പ് സരയു കൈരളി ന്യൂസിനോട് പറഞ്ഞത്. സാലി, അത് തീർച്ചയായും ഇന്നോ നാളെയോ എന്ന ഒരു ഉറപ്പ് പറയുന്നുണ്ട്. അമ്മയുടെ കാര്യത്തിൽ ഈ അന്വേഷണ കമ്മീഷൻ ഒരു യോഗം ചേരേണ്ടതുണ്ട്, ചില നടപടിക്രമങ്ങളുണ്ട്. വേറൊരു പ്രശ്നമുള്ളത്, ഈ വിൻസി ഇപ്പം മലപ്പുറത്താണുള്ളത്. അവർക്ക് ഇപ്പോൾ വിശുദ്ധ വാരാചരണമൊക്കെ ബന്ധപ്പെട്ട് ഇടവകയിലൊക്കെ പള്ളിയിലൊക്കെ പോകേണ്ടി വരുന്നത്. ഒരു പക്ഷേ ഈസ്റ്ററിന് ശേഷമേ കൊച്ചിയിലേക്ക് എത്തുള്ളെങ്കിൽ അതിലൊരു ഡിലേ വന്നേക്കാം. അതിനപ്പുറം ഒരു ഡിലേയും ഔദ്യോഗികമായി നടക്കുന്ന അന്വേഷണങ്ങളിലോ ഈ സിനിമാ സംഘടനകളിൽ നടക്കുന്ന അന്വേഷണത്തിലോ വരില്ല എന്നുള്ളതാണ്. ഈ നമുക്ക് ലഭിച്ച പോലീസിൻ്റെ എക്സൈസിൻ്റെ അന്വേഷണത്തിൽ എവിടം വരെ എത്തി എന്ന് മന്ത്രിമാരടക്കമുള്ളവരിൽ നിന്ന് ചോദ്യം ഉയർന്നിട്ടുണ്ട് ഈ അന്വേഷണ കാര്യത്തിൽ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എക്സൈസ് മന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ ഇക്കാര്യത്തിൽ എടുക്കുന്ന ഒരു താല്പര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളം ഒറ്റക്കെട്ടായി നിന്ന് ഈ ലഹരിക്കെതിരായ പോരാട്ടത്തിലുമാണ്. അതിനെല്ലാവരും ഒരുമിച്ചാണ്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, സാമുദായ ഭേദമന്യേ. അപ്പോൾ അങ്ങനെ ഒരു നീക്കം നടക്കുമ്പോൾ തങ്ങൾക്ക് മാത്രമായിട്ട് മാറി നിൽക്കാൻ കഴിയില്ല എന്ന ബോധ്യം സിനിമാ മേഖലയിലെ സംഘടനകൾക്കൊക്കെ ഉണ്ട്. എത്രമാത്രം താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിൽ നടപടിയെടുത്തേ പറ്റൂ എന്നുള്ളതാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഒരു വികാരവും സർക്കാരിൻ്റെ ഒരു ആവശ്യവും. അതുകൊണ്ട് തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ കർശനമായ നിലപാടിലേക്കും നടപടികളിലേക്കും കടക്കുന്നുണ്ട്. അപ്പം സമാന്തര സർക്കാരിൻ്റെ നടപടികൾ, എക്സൈസും പോലീസും അന്വേഷണവും ഒക്കെ നടക്കുമ്പോൾ അതിൻ്റെ ആ വേഗതയോടുകൂടി തന്നെ ഇതിലും വേഗത വേണം എന്ന അഭിപ്രായമാണ് ഈ താരസംഘടനയായ അമ്മയിലും ഫിലിം ചേംബറിലും മറ്റ് സിനിമാ സംഘടനകളിലും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നടപടി ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മളടക്കം കരുതുന്നത്. ഇന്നോ നാളെയോ അക്കാര്യത്തിലൊരു പ്രതികരണം ഒരു ഔദ്യോഗിക കുറിപ്പായി വരാൻ തന്നെയാണ് സാധ്യത. അതിനൊരു ഡിലേ വരിക, ഞാൻ നേരത്തെ പറഞ്ഞ ഈസ്റ്ററിന് ശേഷമേ ഈ നടി കൊച്ചിയിലേക്ക് തിരിച്ചു വന്ന് മൊഴി കൊടുക്കുന്നുള്ളൂ എങ്കിൽ മാത്രമേ ഇതിനൊരു താമസം വരൂ. അല്ലെങ്കിൽ ഇന്നോ നാളെയായിട്ട് ഈ കാര്യങ്ങളിലെല്ലാം തീരുമാനം ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ ഈ അന്വേഷണത്തിലേക്ക് വരാൻ പോകുന്ന പല കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയാം. വിൻസി ഇതാദ്യമായി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ ഈ വീഡിയോയിലൂടെ വന്ന് വെളിപ്പെടുത്തൽ നടത്തുന്നു. അതിനു മുമ്പ് പറഞ്ഞതായി. പക്ഷേ അതിനും ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് മുമ്പ് ചേർത്തലയിൽ അർത്തുങ്കൽ പള്ളിയിൽ പെരുന്നാളോ മറ്റുമായി ബന്ധപ്പെട്ട് അവരെ അവിടേക്ക് ക്ഷണിച്ച ഘട്ടത്തിൽ അവിടെ നടത്തിയ ഒരു പൊതുയോഗത്തിലാണ് അവരാദ്യമായി പറയുന്നത്, ഇനി ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുമായി അഭിനയിക്കില്ല എന്ന നിലയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു നടി എന്ന നിലയിൽ അവർ ആ പൊതുയോഗത്തിൽ പറഞ്ഞു. അന്ന് വാർത്തയായി അത് വന്നിരുന്നു. പിന്നീട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ സാലി, ഇത് കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഈ സിനിമാ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമാകാം. അതുകൊണ്ടായിരിക്കും ഒരു പൊതുവേദിയിൽ വന്നപ്പോൾ അവർക്കത് പറയേണ്ടി വന്നത്. അതിനുശേഷം പിന്നീട് തുടർച്ചയായി പല തവണയായി പല രൂപത്തിൽ അവരത് അതിൻ്റെ പല തരത്തിൽ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായി എന്ന അർത്ഥത്തിലല്ല, കുറേശ്ശെയൊക്കെ അതേക്കുറിച്ച് സംസാരിച്ചു. ഒടുവിൽ ആ പേര് തന്നെ ഇന്നിപ്പോൾ പരാതിയായി കൊടുത്ത് അതിൽ ഉറച്ചു നിൽക്കുന്നു. ആ പരാതിയിൽ ഷൈൻ ടോം ചാക്കോയാണെന്ന് അറിയുന്നു. അതേസമയം തന്നെയാണ് ഷൈൻ ടോം ചാക്കോ പോലീസ് പരിശോധന നടക്കുമ്പോൾ ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ സഹിതം പുറത്തു വരുന്നു. ഇതിപ്പോൾ ഒരു ചാനലിൻ്റെ വാർത്തയിൽ കണ്ടത്, ഈ ഷൈൻ്റെ അമ്മ പറയുന്നു, പോലീസിനെ കണ്ട് പേടിച്ചിട്ടാണ് ഓടിയത്, അതല്ലാതെ വേറൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തിനാണ് പേടിച്ച് ഓടുന്നത് എന്നൊരു ചോദ്യം അവിടെ വേറെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു. ഷൈൻ ടോം ചാക്കോ എവിടെ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അയാൾ ഒളിവിൽ നിൽക്കുകയാണ്. അയാൾ പോലീസിനെ കണ്ട് കടന്നു കളഞ്ഞു. പിന്നീട് ഇതുവരെ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ആ നിലയ്ക്കും പോലീസിൻ്റെ പരിശോധനകൾ, അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ടോ? അതായത് ഇന്നലെ ഇയാൾ ഇറങ്ങി ഓടിയതിന് ശേഷം ഇയാളാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ ഇയാളുടെ ഫോൺ ലൊക്കേറ്റ് ചെയ്യാൻ പോലീസ് ശ്രമിച്ചിരുന്നു. കാരണം ഡാൻസ് ഓഫ് സംഘം ലോക്കൽ പോലീസിന് ഇക്കാര്യം കൈമാറുകയും പരിശോധനയിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അല്പനേരം ഈ ഫോൺ ഓണായിരുന്നു. അത് തൃശ്ശൂർ ലൊക്കേഷൻ തൃശ്ശൂർ കേന്ദ്രീകരിച്ചാണ് മൂവ് ചെയ്തത് എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫായി. അപ്പോൾ അതുകൊണ്ട് റൈറ്റ്, അതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം.